السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ സമൂഹം വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ലോകത്തെ തൻ്റെ കാൽ കീഴിൽ നിർത്തുമ്പോഴും മനുഷ്യൻ ഇന്ന് കൂടുതൽ അസ്വസ്ഥതയും അസമാധാനവുമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും അത്യാധുനികമായ സംവിധാനങ്ങളും മനുഷ്യൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും ആധുനിക ലോകത്ത് മനുഷ്യരുടെ മനസ്സുകൾ കൂടുതൽ സംഘർഷഭരിതമാണ്. ആരോട് ചോദിക്കുമ്പോഴും എവിടെ നോക്കിയാലും അസ്വസ്ഥതകളാൽ ഇരുൾമുറ്റിയ ഒരന്തരീക്ഷമാണ് ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുമ്പോഴും അയാളുടെ മനസ്സിനെ ആകെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെ സംബന്ധിച്ചും മനസ്സമാധാനമില്ലായ്മയെ സംബന്ധിച്ചുമാണ് അദ്ദേഹത്തിന് നമ്മളോട് കൂടുതൽ പറയാനുള്ളത്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ
പണ്ടത്തേതിനേക്കാൾ ഇന്ന് കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും തൊഴിൽ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആരുമറിയാതെ സ്വകാര്യ ജീവിതത്തിൽ ഓരോ മനുഷ്യരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ആധുനിക ലോകത്തെ മനുഷ്യരുടെ മനസ്സുകൾ സംഘർഷഭരിതമാകാൻ ഏറെ കാരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സൂറത്തുൽ ബലദിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ ക്ലേശങ്ങൾ സഹിക്കുവാനും അസ്വസ്ഥതകളും പ്രതിസന്ധികളും സഹിക്കുവാനും പറ്റുന്ന ഒരു പാകതയിലാണത്രേ, അതല്ലെങ്കിൽ അതേ ഒരവസ്ഥയിലാണത്രേ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ സത്യം ചെയ്തുകൊണ്ട്, ഈ രാജ്യം തന്നെയാണ് സത്യം, അതല്ലെങ്കിൽ ഈ രാജ്യത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ നിങ്ങളും ഈ നാട്ടിലെ നിവാസി തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വവാലിദിൻ വമാ വലദ്, ജനയിതാവിനെയും അത് ജനിപ്പിക്കുന്നതിനെയും തന്നെയാണ് സത്യം. അല്ലാഹു തുടർന്ന് പറയുകയാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലേശത്തിൽ നിന്നാകുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം? ക്ലേശം സഹിക്കുന്ന പാകതയിലാണ് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ക്ലേശത്തെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് സ്വാഭാവികമാണ് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുക എന്നത്. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ, ജനിച്ചത് മുതൽ മരണം വരെ പല പ്രയാസങ്ങളെയും മനുഷ്യൻ തരണം ചെയ്യേണ്ടി വരുന്നു. പല ബുദ്ധിമുട്ടുകളെയും മനുഷ്യൻ സഹിക്കേണ്ടി വരുന്നു. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അതിൽ ശാരീരികമായ വിഷമങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, അതുപോലെ തന്നെ കുടുംബപരമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുണ്ട്. ഇതൊക്കെ കൊണ്ട് മനുഷ്യൻ വിഷമിക്കുന്നു എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ചർച്ച ചെയ്യുന്നത് മനസ്സമാധാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. എങ്ങനെയാണ് സമാധാനം ലഭിക്കുക? എല്ലാവരും ഇന്ന് തേടിപ്പോകുന്നത് മനസ്സിൻ്റെ സുഖം. മനസ്സിന് കുറച്ച് സമാധാനം വേണം, മനസ്സിന് കുറച്ച് സ്വസ്ഥത വേണം. ആരോട് സംസാരിക്കുമ്പോഴും മുഖ്യ വിഷയവും അതുതന്നെയാണ്. ചുരുക്കത്തിൽ ലോകം ഇന്ന് സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്താണ്. ആധുനിക ലോകം ഇന്ന് സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ്. സൗകര്യങ്ങളൊന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ ഉപകരിക്കുന്നില്ല. എല്ലാമുണ്ട്, ഭൗതികമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, നല്ല ജോലിയുണ്ട്, ആവശ്യത്തിന് ശമ്പളമുണ്ട്, അതേപോലെ തന്നെ ഭൗതികമായ എല്ലാ നിലക്കുള്ള സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യന്റെ മനസ്സിന് ഒരു കുറവാണ്. പലപ്പോഴും ഇന്ന് നോക്കൂ നിങ്ങൾ, എല്ലാ നിലക്കും മനുഷ്യന്റെ ബന്ധങ്ങളിൽ നിന്ന് അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന, ആശയവിനിമയത്തിൻ്റെ അതിനൂതനമായ സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന, അതൊക്കെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, പക്ഷേ നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ കൺമുമ്പിലുള്ള ബന്ധങ്ങളിൽ നിന്ന് അറ്റുകൊണ്ടിരിക്കുകയാണ്, വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ്! ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള വിഷയങ്ങൾ. ഇങ്ങനെ ലോകം എല്ലാ നിലക്കും
സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട്, സമാധാനം ഇല്ലാതെ പലപ്പോഴും ഇന്ന് ഈ മോഡേൺ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും ഇന്ന് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനമാണ്. പലരും ഇന്ന് സമാധാനം അന്വേഷിച്ചുകൊണ്ട് തേടിപ്പോകുന്നത്, അതല്ലെങ്കിൽ അവരെത്തിപ്പെടുന്നത് ഹറാമുകളിലാണ്. മദ്യപിക്കുന്നവൻ, അവൻ പറയുന്ന ന്യായം, മനസ്സിന് സുഖമില്ല, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ കുറച്ചു നേരമെങ്കിലും മറക്കാനാണ് ഞാൻ മദ്യപിക്കുന്നത്, അതല്ലെങ്കിൽ ആ നിലക്കുള്ള മയക്കുമരുന്നുകൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതൊന്നും മനുഷ്യന് ശാശ്വതമായ സമാധാനം നേടിക്കൊടുക്കുന്നില്ല. നമുക്കറിയാലോ, മദ്യപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങിയാലും, ആ മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ പിന്നെയും ബാക്കിയാണ്. അല്പം പിരിമുറുക്കം മാറാൻ ഒരു സിഗരറ്റ് പുകക്കുമ്പോഴും അത് കത്തിത്തീർന്നാലും അവൻ്റെ പ്രശ്നങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. ഹറാമുകൾ കാണുന്നവർ പലപ്പോഴും ന്യായം പറയാറുള്ളത്, അല്പനേരം സിനിമ കാണുമ്പോൾ, അതല്ലെങ്കിൽ അല്പനേരം ഒരു ക്ലിപ്പ് കാണുമ്പോൾ, ഒരു അശ്ലീലത കാണുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കത്തിനൊരു അസ്വസ്ഥതയ്ക്ക് സമാധാനം ലഭിക്കുന്നു എന്നതാണ്. പക്ഷേ അതൊക്കെ മനുഷ്യൻ്റെ ആത്യന്തികമായ സമാധാനത്തിന് കാരണമല്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. തിന്മകൾ മനുഷ്യനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയേ ചെയ്യുകയുള്ളൂ. കൂടുതൽ തിന്മകൾ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ തകർക്കുകയേ ചെയ്യുകയുള്ളൂ. ഇത്തരം തിന്മകൾ ചെയ്യുമ്പോൾ പിന്നെയും മനുഷ്യന് തിന്മ ചെയ്യാൻ തോന്നുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യാൻ തോന്നുകയാണ്. അങ്ങനെ അവൻ്റെ മനുഷ്യത്വം പിന്നെ ഇല്ലാതാക്കി അവനെ മൃഗതുല്യനാക്കുകയാണ് പലപ്പോഴും തിന്മകൾ മനുഷ്യന് ചെയ്യുന്നത്. അതൊന്നും മനുഷ്യൻ്റെ ആത്യന്തികമായ സമാധാനത്തിനുള്ള പരിഹാരമല്ല. എന്നാൽ ഇസ്ലാം പറയുന്നു, മനുഷ്യ, നിനക്ക് സമാധാനം വേണോ? മനുഷ്യ, നിന്റെ മനസ്സിന് അടക്കം വേണോ? ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഏതാനും ചില പോയിന്റുകളിൽ അധിഷ്ഠിതമായി ഇന്നത്തെ എൻ്റെ അവസരത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം പറയുന്നു, ഏറ്റവും ഒന്നാമതായി മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവനെ പടച്ച അവൻ്റെ നാഥനെ സംബന്ധിച്ച്, റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്ത അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയുണ്ടാകണം അവൻ്റെ ഹൃദയത്തിൽ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശുദ്ധ ഖുർആനിലെ അത്വലാഖ് എന്ന് പറയുന്ന അധ്യായത്തിലെ 2-3 വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വചനമാണ്. അള്ളാഹു പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, അവൻ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ പാലിക്കാൻ ഒരാൾ തയ്യാറാവുന്നുവെങ്കിൽ, അവൻ ചെയ്യരുത്, അടുക്കരുത്, സമീപിക്കരുത് എന്ന് പറഞ്ഞ തിന്മകളെ സമീപിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടെയാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ, യജ്അൽ ലഹു മഖ്റജാ, അവൻ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു എക്സിറ്റ് അള്ളാഹു അവന് ഉണ്ടാക്കി കൊടുക്കുന്നതാകുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ അകപ്പെട്ട ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹു അവന് നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. അല്ലേ? മനുഷ്യൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്? ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം അതല്ലെങ്കിൽ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. ഒന്നെങ്കിൽ ലഭിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ കുറഞ്ഞു പോയത് കൊണ്ടോ ഒക്കെ ആയിരിക്കാമല്ലോ മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യ, നീ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ? അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേ നിന്റെ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ.
അതിൽ രക്ഷപ്പെടണമെങ്കിൽ നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ഒരു മനോരോഗ വിദഗ്ധനെ നീ കാണിക്കുന്നതിന് മുമ്പ് നീ നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ എൻ്റെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ എൻ്റെ രക്ഷിതാവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ അവൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ? എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ തിന്മകൾ ചെയ്യുന്നുണ്ടോ? ഞാനും അവനുമായുള്ള ബന്ധം സുദൃഢമാണോ എന്ന് പരിശോധിക്കേണ്ടത് മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ്. അല്ലാഹു പറയാണ്, യജ്അൽ ലഹു മഖ്റജാ, അവന് ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത നിലക്ക് അവന് ഞാൻ ഉപജീവനം നൽകുന്നതാണ്. വമൻ യത്തഖില്ലാഹ ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവൻ, ആരെങ്കിലും റബ്ബിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവന് അല്ലാഹു മതി കേട്ടോ, അവന് റബ്ബ് തന്നെ ധാരാളം. അല്ലാഹ് മതി, അവന് മറ്റൊരാളുടെ ആവശ്യമില്ല. അവസാനം അല്ലാഹ് പറയാൻ, ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, അല്ലാഹു അവൻ്റെ കാര്യം പ്രാപിക്കുവാൻ, അവൻ്റെ കാര്യം പ്രാപിക്കുന്നവനാണ് റബ്ബ്. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ പ്രാപിക്കാൻ കഴിവുറ്റവനാണ് അവൻ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കൾക്കും അല്ലാഹു ഒരു പ്രത്യേകമായ ഖദർ, അവൻ്റേതായ പ്രത്യേകമായ ഒരു ഖദർ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സുകൾക്ക് സ്വസ്ഥത വേണമെങ്കിൽ ജീവിതത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിക്കണം. നോക്കൂ നിങ്ങൾ, നമുക്ക് പഠിപ്പിക്കപ്പെട്ട വിശ്വാസം, ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അവന് സമാധാനമാണ് നൽകുന്നത്. അത് ലോകത്ത് ഒരാൾക്കും കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വില മനസ്സിലാക്കണം. കുഞ്ഞുനാളിൽ മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു വിശ്വാസമുണ്ട് അല്ലേ? വിശ്വസിക്കേണ്ട 6 കാര്യങ്ങൾ. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യ നീ വിശ്വസിക്കേണ്ട 6 കാര്യങ്ങൾ, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വാസ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. മലക്കുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യനാളിൽ അവസാനത്തെ വിശ്വാസം എന്താണ്? എന്താ അവസാനത്തെ വിശ്വാസം? വിശ്വാസകാര്യങ്ങളിൽ വതുഅ്മിനാനി വിശ്വസിക്കണം. എന്ത്? ബിൽ ഖദരി, ഖദറിൽ വിശ്വസിക്കണം. അതെന്താ? ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നിനക്കെന്ത് ഖൈറ് വരികയാണെങ്കിലും നിനക്കെന്ത് ഷർറ് വരികയാണെങ്കിലും മുഅ്മിനേ, നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് എന്താണ്? എനിക്ക് കിട്ടിയ ഖൈറ് എൻ്റെ റബ്ബിൻ്റെ നിശ്ചയപ്രകാരമാണ്. എനിക്ക് കിട്ടിയ ഈ ഷർറ് അതും എൻ്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. എനിക്കതിൽ യാതൊരു നിലക്കുള്ള ഇടപെടലുമില്ല. അതുകൊണ്ട് ഞാൻ എന്തിനു കൂടുതൽ അസ്വസ്ഥമാകണം? ഞാൻ എന്തിനു കൂടുതൽ ടെൻഷനാകണം? എനിക്ക് ഈ വന്ന ഷർറിൽ ആത്യന്തികമായി ഖൈറുണ്ടാകാം. അതെൻ്റെ റബ്ബല്ലേ എനിക്ക് തീരുമാനിച്ചത്, എൻ്റെ റബ്ബല്ലേ എനിക്ക് നിശ്ചയിച്ചത്. ഖദറിലുള്ള വിശ്വാസം മനുഷ്യൻ്റെ മനസ്സിന് നൽകുന്ന സമാധാനം വിവരിക്കുക സാധ്യമല്ല. വല്ലാത്തൊരു സമാധാനമാണ്. എന്തു ദുരിതം വന്നാലും അല്ലേ, അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, റബ്ബ് കണക്കാക്കിയതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംഭവിച്ചത്. അതല്ലേ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകുന്നത് തടയാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ നൽകാത്തത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് അല്ലേ? ലോകത്ത് എല്ലാവരും തീരുമാനിച്ചു നമുക്കൊരു നന്മ ചെയ്യാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലെങ്കിൽ അത് കിട്ടുകയില്ല. ലോകത്തുള്ളവരൊക്കെ നമ്മെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും റബ്ബിൻ്റെ തീരുമാനമില്ലാതെ അത് നടക്കുകയേ ഇല്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്.
എന്തൊരു സമാധാനമാണത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് സമാധാനത്തിനുള്ള മാർഗം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നോക്കൂ നിങ്ങൾ. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഹൃദയങ്ങൾ അടങ്ങുന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നു. ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവർ ഓർക്കുമ്പോൾ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അലാ നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അവനെക്കുറിച്ചുള്ള ചിന്ത നോക്കൂ നിങ്ങൾ. അള്ളാഹു മറ്റൊരിടത്ത് പറയാണ്, ഖുൽ നബിയെ അങ്ങ് പറയണം, അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഒരു ദുരിതം നമുക്ക് വന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാകും, നമുക്ക് ടെൻഷൻ ഉണ്ടാകും, വലിയ മാനസിക പ്രയാസമുണ്ടാകും. ആ സമയത്തൊരു വിശ്വാസി പറയേണ്ട വാചകം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അതാ അല്ലാഹ് പഠിപ്പിക്കുന്നു. സൂറത്ത് തൗബയിൽ കാണാം, ഖുൽ പറയ് നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കാത്തതൊന്നും നമ്മെ ബാധിക്കുകയില്ല. ലയുസീബന, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല. ഹുവ മൗലാന, ഞങ്ങൾക്ക് റബ്ബുണ്ടല്ലോ, റബ്ബല്ലേ ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് വിശ്വാസികളെ റബ്ബിന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിച്ചുകൊള്ളുവിൻ. അള്ളാഹു പറയാണ്, റബ്ബിന്റെ മേലാകട്ടെ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് റബ്ബ് മതി, അവൻ നിങ്ങളുടെ രക്ഷാധികാരിയാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഒന്നുകൂടെ വ്യക്തമാകും. അള്ളാഹു പറയാണ് സൂറത്തുൽ ഹദീദിൽ, എന്ത്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു പറയുന്നു, എന്ത്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു മുസീബത്തുണ്ടാകുന്നില്ല. വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലാകട്ടെ ഒരു മുസീബത്തുണ്ടാകുന്നില്ല. അപ്പോൾ മനുഷ്യരെ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മുസീബത്ത് ഈ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലാകട്ടെ, അത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നില്ല? ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ അത് രേഖപ്പെടുത്തി വെക്കാതെ നിങ്ങൾക്കത് ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് അത് ഉണ്ടാകുന്നത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിൻ്റെ മേൽ നിസാരമായ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നോ? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് നിങ്ങൾ അമിതമായി സങ്കടപ്പെടാതിരിക്കാനാണ്. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അതോർത്തിങ്ങനെ നിങ്ങൾ സങ്കടമുണ്ടായി ആകെ വിഷമിച്ച് മനോദുഃഖത്തിൽ ഇരിക്കാതിരിക്കാനാണ്. നിങ്ങൾ ഓർക്കണം, അള്ളാഹു രേഖപ്പെടുത്തിയതാണെന്ന് ചിന്തിച്ചോ. തുടർന്ന് അല്ലാഹു പറയാണ്, വലാ തഫറഹു ബിമാ ആതാകും, ഇനി നിങ്ങൾക്കൊരു നിഅമത്ത് കിട്ടി എന്ന് വിചാരിച്ചോ, അതിൽ അമിതമായി നിങ്ങൾ ആഹ്ലാദിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അത് നിങ്ങളുടെ തീരുമാനപ്രകാരമല്ല ലഭിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്. അതുകൊണ്ട് അമിതമായി നിങ്ങൾ സന്തോഷിക്കേണ്ടതില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ ഒരഹങ്കാരിയെയും റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ല. സഹോദരങ്ങളെ, ഒന്നാമതായി മനസ്സിന് സമാധാനമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മെ സൃഷ്ടിച്ച നാഥനുമായി ബന്ധിപ്പിക്കുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് ജീവിക്കലാണ് മനുഷ്യൻ്റെ സംഘർഷഭരിതമായ മനസ്സുകൾക്ക് അടക്കം ലഭിക്കാനുള്ള ഒന്നാമത്തെ പരിഹാരം. എണ്ണി മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ പരിഹാരം ഇസ്ലാം പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് വേണ്ടാത്ത ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്.
റബ്ബിനെ സംബന്ധിച്ച് നല്ല ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവൂ. സദ്വിചാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടാകേണ്ടത്. അതല്ലാതെ ഒരു വിഷമം വരുമ്പോൾ എന്തേ എൻ്റെ റബ്ബി എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്, ഞാൻ ഇത്ര നന്മ ചെയ്തിട്ടും എന്തേ എനിക്ക് ഈ പരീക്ഷണം വന്നത്, എന്തുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടു? ഇല്ല, ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആ നിലക്കുള്ള ചിന്തയുണ്ടാകില്ല. മറിച്ച് അവൻ എന്തെങ്കിലും ദുരിതം വരുമ്പോൾ അവൻ്റെ മനസ്സവനോട് പറയും, ഈ ദുരിതത്തിലൂടെ അള്ളാഹു എനിക്ക് മറ്റൊരു ഖൈറ് തന്നതായിരിക്കാം. നല്ല വിചാരമുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നതായി ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ അള്ളാഹു പറഞ്ഞത്? അന ഇൻദ ളന്നി അബ്ദീ ബീ, എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ എൻ്റെ അടിമയോട് പ്രതികരിക്കുന്നത്. ഇൻ ളന്ന ബീ ഖൈറാ, എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ ഫലഹു, അവന് ഞാൻ നല്ലത് നൽകുന്നതാണ്. വ ഇൻ ളന്ന ശർറൻ, ഇനി എന്നെ സംബന്ധിച്ചവൻ ചീത്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോഴോ ഫലഹു, അവന് ഞാൻ അതേ നിലക്കാണ് അവന് തിന്മയാണ് ഞാൻ നൽകുന്നത്. ഇപ്പൊ സദ്വിചാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു ദുരിതം നമുക്ക് വരും, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചീത്ത ചിന്ത വരും. പക്ഷേ യഥാർത്ഥത്തിൽ ആ തിന്മയിലൂടെ, പെട്ടെന്നുണ്ടായ ആ ദുരിതത്തിലൂടെ മറ്റൊരു വലിയ ഖൈറിനായിരിക്കും അത് അള്ളാഹു നമുക്ക് നൽകിയത്. അതിൻ്റെ പര്യവസാനം നമുക്കറിയില്ല. നമ്മുടെ അറിവ് കുറവാണ്, നമ്മുടെ പരിചയം കുറവാണ്, ഭാവിയെ സംബന്ധിച്ച് നമുക്കറിയില്ല, അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, 20 കൊല്ലക്കാലത്തോളം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത് വിമാനത്തിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ഒരിക്കലൊരു വിമാനം മിസ്സായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അയാൾ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും വിമാനം പറന്നുപോയി, മിസ്സായി അയാൾക്ക്. അതിൻ്റെ പേരിൽ അയാൾ എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് ആകെ വിഷമിക്കുകയാണ്. എന്നെ കാത്തിരിക്കാൻ, എന്നെ സ്വീകരിക്കാൻ എൻ്റെ മക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ എയർപോർട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലാതെ പോയാൽ, ഞാൻ അവിടെ എത്താതെ പോയാൽ ഉണ്ടാകുന്ന ദുരിതം എത്രയാണ്, ബുദ്ധിമുട്ട് എത്രയാണ്. അയാളുടെ മനസ്സിൽ ആകെ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളും ആകെ ടെൻഷനാണ്. അതാ മണിക്കൂറുകൾ കഴിയുമ്പോൾ വിവരം വരുന്നു, ആ പറന്നുയർന്ന വിമാനം അപകടത്തിൽപ്പെടുന്നു, അതിൽ യാത്ര ചെയ്തവരെല്ലാം മരണപ്പെടുന്നു, അതല്ലെങ്കിൽ ദുരിതം സംഭവിക്കുന്നു. അപ്പോഴാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഓരോ വിഷയങ്ങളുടെയും പര്യാവസാനം എൻ്റെ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുരിതമോ പ്രയാസമോ അള്ളാഹുവിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ കാരണമാകരുത്. അതുകൊണ്ട് നല്ലതേ നമുക്ക് ചിന്തിക്കാവൂ. റബ്ബിനെ സംബന്ധിച്ച് സദ്വിചാരമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നല്ല ചിന്തയുണ്ടാകണം. നിരാശ ഒരിക്കലും വന്നുപെട്ട ദുരിതത്തിൽ നമ്മുടെ മനസ്സിൽ നിരാശയുണ്ടാകരുത്. റബ്ബിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ കൈവിടരുത്. 2 ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, 2 ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ 2 പ്രവാചകന്മാരുടെ ചരിത്രം ഈ വിഷയത്തിൽ നമുക്ക് ഉന്നതമായ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് ആരാണെന്നോ? മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. നിങ്ങൾ കേട്ടിട്ടില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അള്ളാഹുവിനോട് അടുപ്പം കിട്ടിയ മഹാനാണ്. അദ്ദേഹത്തിന് അള്ളാഹു 12 മക്കളെ ദാനമായി നൽകി. എല്ലാവരും സുമുഖരായ, ഒന്നിച്ചു നടന്നു പോകുമ്പോൾ ആളുകൾ കൗതുകത്തോടുകൂടെ നോക്കുന്ന, അതേപോലെ ശാരീരിക ശക്തിയുള്ള നല്ല മിടുക്കന്മാരായ 12 മക്കളെ അള്ളാഹു ആൺമക്കളെ ദാനമായി യാക്കൂബ് അലൈഹിസ്സലാമിന് കൊടുത്തു. ആ 12 മക്കളിൽ ഇളയ 2 മക്കളോട് വലിയ സ്നേഹമായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാമിന്. യൂസുഫ് അലൈഹിസ്സലാമിനോടും അതേപോലെ തന്നെ ഇളയ 2 മക്കളോട്, യൂസുഫ് അലൈഹിസ്സലാം അടങ്ങുന്ന 2 മക്കളോട് വലിയ സ്നേഹം. അങ്ങനെ ആ മക്കളോടുള്ള അദമ്യമായ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിനിടയിലാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനായ യൂസുഫ് അലൈഹിസ്സലാം ആ ഉപ്പക്ക് നഷ്ടമാകുന്നത്. വേദനിക്കുന്നു മനസ്സ്, വല്ലാത്ത വേദന.
മനസ്സിലുണ്ടാകുന്ന സങ്കടം എത്രയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കളെങ്ങാനും നമുക്കൊന്ന് നഷ്ടമായാൽ ഒരു വാപ്പക്കത് സഹിക്കാനാകുമോ? ഒരു ഉമ്മക്കത് സഹിക്കാനാകുമോ? കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടുകയാണ്. കണ്ണുനീരൊഴുക്കി വേദനയിൽ കഴിഞ്ഞുകൂടുന്നു യാക്കൂബ് അലൈഹിസ്സലാം. വർഷങ്ങളോളം വേദനയിലാണ്. കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്തുപോയി, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് ഖുർആൻ പറയുന്നു. വല്ലാത്തൊരു വിഷമം തന്നെ, വേദന തന്നെ. പക്ഷേ നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടേണ്ട സമയം കഴിഞ്ഞു പോയിട്ടും തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല, മറ്റൊരു മകനും കൂടെ വീണ്ടും നഷ്ടമാകുകയാണ്. രണ്ടാമത്തെ മോനും നഷ്ടമാകുന്നു. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. പ്രതീക്ഷകൾ കൈവടിഞ്ഞില്ലല്ലോ മഹാനവറുകൾ. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ റബ്ബിനോട് ഞാനിതാ ആവലാതിപ്പെടുകയാണ്. എനിക്ക് മറ്റൊരാളോടും പറയാനില്ല. എൻ്റെ റബ്ബിനോട് ഞാൻ എൻ്റെ ആവലാദികൾ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷമത്തിൽ കഴിഞ്ഞുകൂടുന്ന മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. പക്ഷേ അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും, ടെൻഷനോടുകൂടെ ജീവിക്കുമ്പോഴും അള്ളാഹുവിൽ പരമകാരുണ്യകനായ റബ്ബിലുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല. എന്താ ചെയ്തത് യാക്കൂബ് അലൈഹിസ്സലാം? തൻ്റെ മറ്റുള്ള മക്കളെ വിളിക്കുന്നു, ആൺകുട്ടികളെ ബാക്കിയുള്ളവരെ വിളിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, മക്കളെ, നിങ്ങൾ നാടൊട്ടാകെ അന്വേഷിക്കാൻ പോകണം. നിങ്ങൾ നമ്മുടെ കളഞ്ഞുപോയ മക്കളെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടണം. അതാ പറയുന്നു, യാ ബനിയ, എൻ്റെ മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകണം. ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീ, യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണേ. എന്നിട്ട് പോകുമ്പോൾ മക്കളോട് നൽകുന്ന ഒരു ഉപദേശം, അതാണ് നമുക്ക് പാഠമാകേണ്ടത്. യാക്കൂബ് നബി അലൈഹിസ്സലാം കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങൾ അന്വേഷിക്കുമ്പോഴും അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷയെ നിങ്ങൾ കൈവിടരുത്, നിങ്ങൾ നിരാശരാകരുത്. റബ്ബിൻ്റെ ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകരുത്. റബ്ബിങ്കൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശരാകുന്നത് കാഫിറുകളായ ആളുകളല്ലാതെ മറ്റാരുമല്ല. എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയെ സംബന്ധിച്ച്, അവനിൽ നിന്നുള്ള വലിയ പ്രതീക്ഷയെ സംബന്ധിച്ച് ആശയറ്റവരാകാൻ പാടില്ല. അവിടെ അള്ളാഹ് സഹായിക്കും. അല്ലേ? രണ്ടു മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ യാക്കൂബ് അലൈഹിസ്സലാമിന്? ഇനി മറ്റൊരു ചരിത്രം നിങ്ങൾ കേട്ടോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം? ഒരുപാട് കാലം ഒരു മകന് വേണ്ടി, ഒരു സന്തതിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷേ മക്കളെ കിട്ടിയില്ല. വാർദ്ധക്യത്തിലെത്തി, ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ പ്രാർത്ഥന നിരന്തരമായി തുടരുകയാണ്. റബ്ബിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. അങ്ങനെ അവസാനം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, തപിക്കുന്ന മനസ്സുമായി റബ്ബിങ്കലേക്ക് കൈമലർത്തിയിട്ട് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ഒരു സന്താനമുണ്ടാകുന്നു എന്ന വാർത്ത റബ്ബിങ്കൽ നിന്നുള്ള മാലാകമാരാകുന്ന ദൂതന്മാര് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്ന് അറിയിക്കുന്ന സംഭവം സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറയുന്നുണ്ട്. ആ സംഭവം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടും, അല്ലേ? എന്താണ്? മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാണ്, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. ജ്ഞാനിയായ ഒരാൺകുട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ജ്ഞാനിയായ വിവരമുള്ള ഒരാൺകുട്ടി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു. ഉടൻ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം മലക്കുകളോട് ചോദിക്കുന്നു, ഖാല അബശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അബശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബറു, എനിക്ക് വാർദ്ധക്യത്തിലെത്തിയ ഈ സാഹചര്യത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്നാണോ നിങ്ങൾ പറയുന്നത്?
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഉൾക്കൊള്ളാനാകുന്നില്ല. അപ്പൊ മലക്കുകൾ പറഞ്ഞു, അവർ പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖി, സത്യമാണ് ഞങ്ങൾ പറയുന്നത്, യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇബ്രാഹിമേ, നിങ്ങൾ ഒരിക്കലും ഫലാ തകും മിനൽ ഖാനിതീൻ, നിങ്ങൾ ആശയറ്റവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകരുത് പ്രവാചകരെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മലക്കുകൾ പറയാ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകുന്നത് എന്തിനാണ്? ഉടൻ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഓർമ്മ വന്നു, ശരിയാണ്, കുഫാറുകളാണല്ലോ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശനാകുന്നത്, എനിക്കത് പാടില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞു, വമയ്യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, വഴിപിഴച്ചവരല്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിരാശരാകുന്നില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാൻ ഇപ്പം എന്താ ഇന്ന് മനസ്സിലായത്? അള്ളാഹിനെ സംബന്ധിച്ച് നല്ല ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. പക്ഷെ ആ ചിന്ത മനസ്സിൽ വരണമെങ്കിൽ നമ്മുടെ നാഥനാരാണെന്നറിയണം, റബ്ബാരാണെന്ന് മനസ്സിലാക്കണം, റബ്ബിൻ്റെ പ്രത്യേകതകൾ അറിയണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചു മനസ്സിലാക്കിയ ഒരാൾക്ക് റബ്ബിൻ്റെ കരുണയിൽ എങ്ങനെ നിരാശനാകാനാകും? അല്ലാഹ് പറഞ്ഞില്ലേ, വറഹ്മതീ വസിഅത് കുല്ല ശൈഇൻ, എൻ്റെ കാരുണ്യമാകട്ടെ സർവ്വ വസ്തുക്കളിലും പ്രവിശാലമാണ്. ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് എങ്ങനെ നിരാശനാകാനാകും? അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയവന് റബ്ബിങ്കിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനത്തിൽ എങ്ങനെ ആശയറ്റവനാകും? കാരണം അല്ലാഹ് പറഞ്ഞല്ലോ, വഇന്നീ ലഗഫാറുൽ ലിമൻ താബ്, തൗബ ചെയ്യുന്നവന് ഞാൻ പൊറുത്തു കൊടുക്കും എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ. അള്ളാഹു ഉത്തരം നൽകുന്നവനാണെന്ന് മനസ്സിലാക്കിയവന് എങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിരാശനാകാൻ കഴിയും? അല്ലാഹ് പറഞ്ഞില്ലേ, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, അതേ പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹിനെ സംബന്ധിച്ച് നല്ല വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്ത് പ്രതിസന്ധി വന്നാലും പ്രതീക്ഷകൾ കൈവിടാതിരിക്കണം. പോയിന്റ് 2. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, എന്ത് വിഷയവും നമ്മൾ ആളുകളോട് സങ്കടപ്പെടുന്നതിന് പകരം അള്ളാഹുവിനോട് പറയണം, റബ്ബിനോട് മനസ്സ് തുറക്കണം. അവനേറെ കരുണ ചെയ്യുന്നവനാണ്, അർഹമു ബി ഇബാദിഹി, തൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ദുരിതങ്ങൾ വരുമ്പോൾ റബ്ബിനോട് മനസ്സ് തുറന്ന് പറയണം, പ്രാർത്ഥിക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ദുഃഖം ഒരാളോടൊന്ന് തുറന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയും അല്ലേ? ആകാശലോകത്ത് കാർമേഘ കെട്ടുകളാൽ ഇരുൾ മൂടിയ വാനലോകം, പക്ഷേ മഴയങ്ങ് പെയ്തുപോയാൽ വാനലോകത്ത് തെളിമയാർന്ന പ്രകാശം നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉരുണ്ടുകൂടിയ ഈ കാർമേഘങ്ങൾ അതങ്ങ് പെയ്തുപോയാൽ നമ്മുടെ മനസ്സിനൽപ്പം ഭാരം കുറയും. അതുകൊണ്ട് വിഷമുണ്ടാകുമ്പോൾ ആളുകളോട് ഇങ്ങനെ തുറന്ന് ജനങ്ങളോട് അത് പറയുന്നതിന് പകരം പറയണ്ട എന്നല്ല, ഇഷ്ടപ്പെടുന്നവരോട് പറയാം. പക്ഷേ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്, നാം ഏറെ സ്നേഹിക്കുന്നത് റബ്ബിനെയാണ്. ആ റബ്ബിനോട് നമ്മുടെ വിഷമം തുറന്നു പറയുമ്പോൾ അല്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ നബിയെ അവരോട് പറയണം, ഞാൻ സമീപസ്ഥനാണ്, അവർ എന്നോട് ദുആ ചെയ്തട്ടെ, എന്നോട് അവർ ദുആ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണെന്ന് പറഞ്ഞേക്കണേ നബിയേ എന്ന് അള്ളാഹു തൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് പറയണം. ദുരിതങ്ങൾ വരുന്ന നേരത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 1-2 പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദഅവാത്തുൽ മക്റൂബ്, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യേണ്ട പ്രാർത്ഥനകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുരിതം വരുന്ന നേരത്ത് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റഹ്മതക അർജൂ ഫലാ തകിൽനീ
ഇലാ നഫ്സി ത്വർഫത ഐനിൻ വഅസ്ലിഹ് ലീ ശൈനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ റഹ്മതക്. അല്ലാഹുവേ, നിന്റെ കാരുണ്യം അർജു, ഞാൻ കൊതിക്കുന്നു. എനിക്ക് നിന്റെ കാരുണ്യമാണ് വേണ്ടത്. ഫലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യങ്ങളെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരരുത് റബ്ബേ. എനിക്കെൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നീ എനിക്ക് വേണം. നിന്നിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. നിന്നിൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു. വഅസ്ലിഹ് ലീ ശൈനി കുല്ലഹു. എൻ്റെ സർവകാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലാ അൻത്. നീയല്ലാതെ ഒരു ഇലാഹില്ലെന്ന് ഞാനിതാ അംഗീകരിക്കുന്നു. പഠിച്ചു വെക്കണം, ഇത് ദഅവാത്തുൽ മക്റൂബാണ്. ദുരിതമുണ്ടാകുന്ന നേരത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥനയാണ്. മനസ്സിലാക്കണം, നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കുന്നത് കാണാം അല്ലേ? നിങ്ങൾ പരിശോധിച്ച് നോക്കണ്ടു. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ദിക്റുകളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആവർത്തനം കാണാം. എന്തുകൊണ്ടാണ് അതങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്? കാരണം ദുരിതമുണ്ടാകുന്ന നേരത്താണ് മനുഷ്യർ പലപ്പോഴും പല കേന്ദ്രങ്ങളിലേക്കും പോകുന്നത് അല്ലേ? നമ്മുടെ കുഞ്ഞിനൊരു അസുഖമുണ്ടായി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പല നിലക്കും നമ്മൾ ചികിത്സിച്ചു, പക്ഷേ രോഗം മാറുന്നില്ല. അവസാനം ഒരാൾ പറയുന്നു, നിങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിലേക്കൊന്ന് പൊയ്ക്കോ, അവിടെയുള്ള തങ്ങളുടെ അരികിലേക്കൊന്ന് നിങ്ങൾ പൊയ്ക്കോ, അതല്ലെങ്കിൽ അപ്പുറത്തുള്ള കേന്ദ്രത്തിലേക്ക് നിങ്ങളൊന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകും. റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റു പലരിലേക്കും അഭയം തേടാൻ ഏറെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ദുരിതങ്ങൾ ഉണ്ടാകുന്ന നേരത്ത് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാം. മറ്റൊരു ദിക്റ് കേട്ടോ, അന്ന നബിയല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബി. അല്ലാഹുവിൻ്റെ റസൂല് ദുരിതമുണ്ടാകുമ്പോൾ ഇത് പറയാറുണ്ടായിരുന്നു. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അൽ അലീം, അവൻ മഹാനാണ്. അൽ ഹലീം, അവൻ സഹനശീലനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ഇലാഹില്ല. അവൻ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ ഉടമയാണവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം, ഈ ഭൂമിയുടെ നാഥനാണവൻ. അർശിന്റെ കരീമായ അർശിന്റെ വ റബ്ബുൽ അർശിൽ കരീം, ആ അർശിന്റെ നാഥനുമാകുന്നു അവൻ എന്ന് പറയിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. രണ്ട് പ്രാർത്ഥന. വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം വേണോ? സങ്കടം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അതിനുള്ള പരിഹാരങ്ങൾ പഠിക്കണം. രണ്ട് പ്രാർത്ഥന കേട്ടു നിങ്ങൾ, മൂന്നാമത് ഒന്നുകൂടെ കേട്ടോ, അത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസ്നുൻ. ഏതെങ്കിലും ഒരു അടിമക്ക് സങ്കടമോ ടെൻഷനോ ഉണ്ടായി, അയാളുടെ മനസ്സിൽ ദുരിതങ്ങളോടുകൂടെ അയാൾ കഴിഞ്ഞുകൂടുമ്പോൾ ഏതൊരടിമയാകട്ടെ ഈ പ്രാർത്ഥന പറഞ്ഞാൽ ഏതാണ് അവൻ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ ദാസനാണ്. ഇബ്നു അബ്ദിക, നിന്റെ ദാസന്റെ മോനാണ്. ഇബ്നു അമതിക, നിന്റെ ദാസിയുടെ മോനാണ്. നാസിയതീ ബിയദിക, എൻ്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്, നീയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. മാലിം ഫിയ ഹുക്മുക, നിന്റെ വിധി നീ എന്നിൽ നടപ്പിലാക്കുന്നുണ്ട്. അദലും ഫിയ ഖലാഉക, നീ എന്ത് വിധി എന്നിൽ നടപ്പിലാക്കുമ്പോഴും നിന്റെ എല്ലാ തീരുമാനങ്ങളും നീതിപൂർണമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള സർവനാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കട്ടെ. സമ്മൈത ബിഹി നഫ്സക, നീ സ്വയം പേര് നൽകി പേര് വെച്ച നാമങ്ങളാകട്ടെ. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച നാമങ്ങളാകട്ടെ. ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക, നിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത പേരാകട്ടെ. അവിസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ
ഗൈബി ഇൻദക, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ മാറ്റിവെച്ച പേരുകളാകട്ടെ, എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ത്? ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. എനിക്ക് ഖുർആൻ കേൾക്കുമ്പോൾ ഹൃദയത്തിന് സമാധാനം കിട്ടണം. ഖുർആൻ പഠിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണം. സംഗീതമല്ല എനിക്ക് സമാധാനം, സിനിമയല്ല എനിക്ക് സമാധാനം, അതല്ലെങ്കിൽ തോന്നിവാസങ്ങളല്ല എനിക്ക് സമാധാനം. എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തം നിന്റെ ഖുർആനാക്കണേ. വനൂറ സുദിരി, എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ നെഞ്ചകത്തിൻ്റെ പ്രഭ. വജലാ ഹുസ്നി, എൻ്റെ സങ്കടം നീങ്ങിപ്പോകാൻ. വദഹാബ ഹമ്മി, എൻ്റെ ദുരിതങ്ങളില്ലാതാകാൻ നിന്റെ ഖുർആൻ കൊണ്ടെനിക്ക് സമാധാനം നൽകണേ. ഇത് പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ്റെ ദുഃഖം അള്ളാഹു നീക്കിക്കളയാതിരിക്കുകയില്ല. അതാണ് പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതെ, അള്ളാഹുവിനെ കുറിച്ച് കൊണ്ടുള്ള, അവനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, സൽക്കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, എല്ലാ സൽക്കർമ്മങ്ങളും, നമസ്കാരം ഏറെ സമാധാനമാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും ബിലാലിനോട്, യാ ബിലാൽ, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാലേ നിസ്കാരത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചാലും എന്നിട്ട് ഞങ്ങൾക്ക് സമാധാനം നൽകിയാലും. അല്ലേ? നമസ്കാരം സമാധാനമാണ്, ദിക്റുകൾ സമാധാനമാണ്, സുബ്ഹാനല്ലാഹ് സമാധാനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സമാധാനമാണ്, അല്ലാഹു അക്ബർ സമാധാനമാണ്. ദിക്റുകൾ മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. മനുഷ്യന്റെ ചത്തുപോയ ഹൃദയത്തെ ദിക്റുകൾ ജീവിപ്പിക്കുന്നു. അത് ഹയാത്തുൽ ഖുലൂബാണ്, ഹൃദയങ്ങളുടെ ജീവനാണ് ദിക്റുകൾ. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും ദിക്ർ മറക്കണ്ട, രാവിലെയുള്ള ദിക്ർ മറക്കണ്ട, വൈകുന്നേരമുള്ള ദിക്ർ മറക്കണ്ട, ഡ്രൈവ് ചെയ്യുമ്പോഴും റബ്ബിനെ ഓർക്കാൻ മറക്കണ്ട. എല്ലാ നിലക്കും നിന്റെ ഹൃദയം അല്ലാഹുവിൽ ബന്ധിക്കപ്പെടട്ടെ. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവനെ പ്രകീർത്തിക്കണേ എന്ന് അല്ലാഹു നമ്മളോട് പറയുകയാണ്. അതുപോലെ അല്ലാഹു പറയുന്നു, വദാകിരീനല്ലാഹ കതീറൻ വദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, അവർക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലവും പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിൻ്റെ സമാധാനം ദിക്റിലൂടെയാണ്. ദിക്റിലൂടെ, അദ്കാറുകളിലൂടെയാണ് നമ്മുടെ മനസ്സിന് നമ്മൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുക. ഞാൻ പറഞ്ഞ പരാമർശങ്ങൾ, പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമതായി പറഞ്ഞത് തഖ്വയുള്ള ജീവിതമാണ് പ്രതിസന്ധികൾക്കുള്ള പരിഹാരം. രണ്ടാമതായി പറഞ്ഞത്, പ്രതിസന്ധികളിൽ മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമതായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രത്യേക ദിക്റുകൾ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്താർക്കും കിട്ടാത്ത വലിയ സമാധാനം നമുക്ക് ലഭ്യമാകാനുള്ള മാർഗങ്ങളാണിതെന്ന് നാം പഠിക്കുക. ലോകം ഇരുട്ടിൽ തപ്പുമ്പോഴും സമാധാനത്തിന് വേണ്ടി പല തീരങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴും പ്രശ്നകലുഷിതമായ ആധുനിക ലോകത്ത് മനുഷ്യർ സമാധാനത്തിന്, ശാന്തിക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോഴും മുസ്ലിമേ, നിനക്ക് അള്ളാഹു തന്ന മതം നിനക്ക് സമാധാനം നൽകുന്നുണ്ട്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഇതുപോലെ ഒരുമിച്ചു ചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.